മറ്റു വാർത്തകളിലേക്ക്. കാസർഗോഡ് ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു. കുറ്റിക്കോൽ വളവിൽ അശോകനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു. ജോസഫ്, ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണം? വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ നാടൻ തോക്ക് ഉപയോഗിച്ച് അനുജനെ വെടിവെക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാസർഗോഡ് കുറ്റിക്കോൾ സ്വദേശിയായ വളവിൽ ന്യൂഞ്ഞാനത്ത് അശോകനാണ് മരിച്ചത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹം അടക്കമുള്ളവ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയായാലും നാടിനെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഈ നാടൻ തോക്കൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു, ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതൊക്കെയായാലും മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം. വൃന്ദ. ജോസഫ്, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഇയാൾക്ക് തോക്ക് ലഭിച്ചത്? പോലീസിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇദ്ദേഹത്തിന് തോക്ക് ലഭിച്ചത് എവിടെയാണെന്ന് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ കാട്ടുപന്നി ശല്യം ഉള്ള പ്രദേശമാണ്. അതിനാൽ തന്നെ പല ആളുകളുടെയും കയ്യിൽ കള്ളത്തോക്കുകൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും ഈ ഭാഗങ്ങളിലൊന്നും കർശനവുമല്ല. കാരണം കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് നാട്ടുകാരുടെ തന്നെ ആവശ്യമായതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നാട്ടുകാരടക്കം മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ പോലീസും ബന്ധപ്പെട്ട അധികൃതരോ പഞ്ചായത്തോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഏതൊക്കെയായാലും നാടൻ തോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ നാടൻ തോക്കുകൾക്ക് ഉപയോഗിച്ച തോക്കിന്റെ ഉണ്ടകളൊക്കെ എവിടുന്ന് ലഭിച്ചു എന്നുള്ളതൊക്കെ ഇനി പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഏതൊക്കെയായാലും നിരവധി ആളുകളുടെ ഇടയിൽ ഈ കാട്ടുപന്നി ശല്യം ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി കള്ളത്തോക്കുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. വൃന്ദ. വ്യക്തമാണ്. കാസർഗോഡ് ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു. കുറ്റിക്കോൽ വളവിൽ